ഹലോ ചങ്ങായിമാരെ, ഞാനിപ്പോൾ ഉള്ളത് 17,000 ദ്വീപുകളുള്ള നമ്മളെ മുസ്ലിം രാജ്യമായിട്ടുള്ള ഇന്തോനേഷ്യയിലാണ്. ഇവിടെ ഇപ്പോൾ വരണമെന്നുണ്ടെങ്കിൽ വലിയ റിസ്ക് ഒന്നുമില്ല. നമ്മളെ നാട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40,000 റുപ്യ ടിക്കറ്റിനും വേണം, ഒരു 3,500 റുപ്യൻ്റെ ഉള്ളിൽ വിസക്കും വേണം. ആ വിസ തന്നെ നമുക്ക് ഓൺ അറൈവൽ എയർപോർട്ടിൽ നിന്ന് കിട്ടും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ എത്താം. എന്താ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് എംടെക് എന്ന് പറയും. എംടെക് എന്ന് പറഞ്ഞാൽ മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ്. അതിലൊന്ന് ലോഗിൻ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. അതാകെ 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അപ്പോൾ തന്നെ ചെയ്താൽ മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഡോക്യുമെൻ്റ് ആയിട്ട് വരും. അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ടൊക്കെ കയ്യിൽ വെക്കുക. അപ്പോൾ നമ്മൾ എമിഗ്രേഷൻ എന്ന് ചോദിക്കും, കോഴിക്കോടുള്ള നിങ്ങൾ അങ്ങോട്ടാണ് പോണത് എന്ന്. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ ജക്കാർത്ത എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിലാണ് പോണത്, പക്ഷേ മലേഷ്യ വഴിയാണ് പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞാൽ മതി. കാരണം ചില സമയത്ത് മലേഷ്യയിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരാളോട് ചോദിക്കും നിങ്ങൾ ആ രജിസ്ട്രേഷൻ കാർഡ് എവിടെയാണ്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ജസ്റ്റ് ഒരു ഫോർമാലിറ്റിയാണ്, നിങ്ങൾ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കിടന്ന് കെട്ടിമാറേണ്ടി വരും. നിങ്ങൾക്ക് ഇന്തോനേഷ്യയിലേക്കുള്ള വിസ 2 തരത്തിലെടുക്കാം. ഒന്ന് ഓൺലൈനിൽ കൊടുക്കുക, ഒന്ന് അവിടെ എത്തിയതിന് ശേഷം കൊടുക്കുക. ഓൺലൈനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ആക്സസ് ഉള്ള ATM കാർഡൊക്കെ വേണ്ടി വരും. അത് ഉള്ളവർക്ക് അത് ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ റിസ്ക് ഒന്നുമില്ല. അത് പ്രിൻ്റ് എടുത്ത് കയ്യിൽ വെച്ചാൽ മതി, നേരെ ഇമിഗ്രേഷനിലേക്ക് നടന്നു പോകാം. അല്ലാത്ത ആൾക്കാർക്ക് ആ വിസ ഓൺ അറൈവലിലേക്ക് വേറൊരു കൗണ്ടർ ഉണ്ട്, അവിടെ ചെന്നിട്ട് നമ്മളെ മെയിൽ ഐ ഡി കൊടുക്കുക. നമ്മളെ മെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മെയിൽ ഐ ഡിക്ക് ഇതിൻ്റെ ഒരു കോപ്പി വരും ചെയ്യും. പെട്ടെന്ന് പരിപാടി അവിടെ. അപ്പോൾ പൈസ കൊടുക്കുക, ഒരു എമൗണ്ട് അടിച്ചു കഴിഞ്ഞാൽ $35 അടിച്ചു കഴിഞ്ഞാൽ, അതായത് 5 ലക്ഷം ഇന്തോനേഷ്യൻ്റെ റുപ്യയും നമ്മൾ ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ 3,200 റുപ്യ റേഞ്ചിലുണ്ടാവും. നമുക്ക് വിസ ഓൺ അറൈവൽ കിട്ടുക 30 ദിവസത്തിനാണ്. ഇത്ര ദിവസത്തിന് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഹോട്ടൽ ബുക്ക് ചെയ്തേക്കുക. കാരണം ഇമിഗ്രേഷനിൽ ഒരു ചോദിക്കും, ഒരു പേപ്പർ ഡോക്യുമെൻ്റ് ഒന്നും ചോദിക്കില്ല, ജസ്റ്റ് ഒരു ചോദിക്കുക നമ്മളെന്താ ഉദ്ദേശം എന്നുള്ളത്. നമ്മൾ ടൂറിസ്റ്റ് സ്ഥലം കണ്ട് നമ്മൾ ചുറ്റിക്കണ്ട് പോരുകയാണെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് എന്നത്തേക്കാണെന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുക. റിട്ടേൺ ടിക്കറ്റ് നിർബന്ധം കേട്ടോ. റിട്ടേൺ ടിക്കറ്റ് കയ്യിൽ കരുതന്നെ വേണം. പ്രിൻ്റ് അടിച്ച് കയ്യിൽ വെച്ചാൽ പെട്ടെന്ന് പണി കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോൺ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. ഇങ്ങനെ തപ്പും. അപ്പോൾ അതിന് നല്ലത് റിട്ടേൺ ടിക്കറ്റ് പ്രിൻ്റ് ആക്കി കയ്യിൽ വെക്കുക. ഇമിഗ്രേഷൻ കഴിഞ്ഞ് നിങ്ങൾ നേരെ പോകുക, കുറച്ച് സിസ്റ്റം കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ടാവും. അതിലൊരു ഫോം ഫില്ല് ചെയ്യണം. നിങ്ങളുടെ ഡീറ്റെയിൽ, പാസ്പോർട്ട് ഡീറ്റെയിൽ, നിങ്ങൾ എവിടെ പോകുന്നത്, അഡ്രസ്സ് ഇവിടെയാണ്, നിങ്ങൾ അക്കോമഡേഷൻ്റെ അഡ്രസ്സ്, കാര്യങ്ങൾ അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് നിങ്ങൾ ഡീറ്റെയിൽ, ഇമെയിൽ ID ഒക്കെ കൊടുത്തൊന്ന് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഒരു QR കോഡ് നിങ്ങൾക്ക് കിട്ടും. ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് കയ്യിൽ വെക്കുക. കാരണം ഞങ്ങൾ അടുത്ത കസ്റ്റംസിലേക്ക് പോണ കൗണ്ടറിൻ്റെ തൊട്ട് മുന്നേ ഇത് കാണിച്ചു കൊടുത്തിട്ട് വേണം നിങ്ങൾക്ക് എൻട്രി കിട്ടാൻ. ഓക്കെ, അപ്പോൾ അത് മറക്കാൻ നിൽക്കണ്ട. പിന്നെ ലേശം ചോറുള്ളത് കസ്റ്റംസാണ്. അപ്പോൾ നമ്മളെ ബാഗിൽ കണ്ടമാനം സാധനം കൊണ്ടുവരണ്ട. ഉള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം സാധനങ്ങളായിട്ട് പോന്നാൽ മതി. തുണി കുപ്പായം മാത്രം കുറച്ച് കരുതുക. അല്ലാണ്ട് വേറെ എക്സ്ട്രാ സാധനങ്ങളൊന്നും കൂടുതൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു വെറുതെ ചൊറാക്കും. അത്യാവശ്യം നമുക്ക് വേണ്ടിയ സാധനങ്ങൾ മാത്രമായിട്ട് ഇങ്ങോട്ട് പോരുക. കസ്റ്റംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തെത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ കുറച്ച് കടകളും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിം കാർഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങാം. പക്ഷേ അത് അവിടെ വില കൂടുതലാണ്. 2,20,000 റുപ്യാണ് 15 GB പോലും പറയുന്നത്. പക്ഷേ 15 GB ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. 2 GB 4 GB ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലെ പൈസ നമ്മൾ ഏകദേശം 1,300 റുപ്യ കൊടുക്കണം. പക്ഷേ ആ സെയിം സിം കാർഡ് നിങ്ങൾ പുറത്തെത്തിയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം റുപ്യ കൊടുത്താൽ മതി. 1 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്യ, നമ്മുടെ ഇന്ത്യൻ മണി 520 റുപ്യ ഉണ്ടാവും. എയർപോർട്ടിൽ ഫ്രീ വൈഫൈ ഉണ്ട്. പക്ഷേ നിങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പുറത്തിറങ്ങിയതിൻ്റെ ശേഷം ഫോൺ കണക്ട് ചെയ്യാൻ, എടുത്ത് കളിക്കാനൊക്കെ നിന്നാൽ മതി. പെട്ടെന്ന് അതിൻ്റെ അകത്തുനിന്ന് പുറത്തെത്താന്നുള്ള ഒരു മൈൻഡിൽ നിന്നാൽ മതി നിങ്ങൾ. അപ്പോൾ ശരി മക്കളെ, അടുത്ത വീഡിയോ കാണാം.